Are you ready for today's class? Okay, in the last class we discussed about the structure of a seed and also mentioned the two different kinds of seeds, isn't it? So, the next topic that is called the germination. Okay, what do you mean by germination? എന്താണ് ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സീഡിൽ നിന്ന് ഒരു പ്ലാന്റ്ലെറ്റായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 63. Okay, the process by which a seed grow into a new plant, that is simply called germination. ഒരു സീഡിൽ നിന്ന് ഒരു പ്ലാന്റ്ലെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ പ്ലാന്റ് എറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ സീഡ് ജെർമിനേറ്റ്സ് ഇൻ ടു എ സീഡ്ലിംഗ് വെൻ ഇറ്റ് ഗെറ്റ്സ് right amount of air, water, warm temperature and nutrients. So ഒരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് എമൗണ്ട്, റൈറ്റ് എമൗണ്ട് ഓഫ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം വേണം. വിച്ച് ആർ ദ ഫാക്ടേഴ്സ്? യെസ്, എയർ, വാട്ടർ, വാം അല്ലെങ്കിൽ സൺലൈറ്റ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ്, ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രോപ്പർ ജെർമിനേഷൻ പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. ഓക്കെ, ആൻഡ് not all the seeds germinates into new plants. Some seeds are eaten by the birds and the insects, and some get destroyed by the rain and wind, and some seeds do not get the right condition to germinate. അപ്പോൾ എല്ലാ സീഡ്സും ജെർമിനേറ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് എല്ലാ സീഡ്സും ജെർമിനേറ്റ് ചെയ്യാത്തത്? അപ്പോൾ ചില സീഡ്സൊക്കെ എന്താണ്, ഈ ബേർഡ്സോ അല്ലെങ്കിൽ ആനിമൽസോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സീഡ് ജെർമിനേറ്റ് ചെയ്യുമോ? ഇല്ല. ആൻഡ് ദെൻ ചില സീഡ്സ് മഴയും വിൻഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് ഡിസ്ട്രോയ് ചെയ്തു പോകും. ദേ ആർ നോട്ട് വയബിൾ, സോ ഇറ്റ് കനോട്ട് ജെർമിനേറ്റ്. ആൻഡ് some of other seeds do not get the right amount of these conditions, which are the factors. That factors is not needed to ജെർമിനേറ്റ്. അപ്പോൾ ആ ഫാക്ടേഴ്സ് കിട്ടാതെ വരുവാണെങ്കിലും അവിടെ ജെർമിനേഷൻ പ്രോസസ്സ് നടക്കത്തില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ജെർമിനേഷൻ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് കെയറിങ് ഓഫ് പ്ലാന്റ്സ്. ഹൗ വി കെയർ അവർ പ്ലാന്റ്സ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സിനെ കെയർ ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ടോപ്പിക്. ദ പ്ലാന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ലിവിങ് തിങ്സ് ഓൺ ദ എർത്ത്. അല്ലേ, അപ്പം നമ്മളെല്ലാവരും ആരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്? പ്ലാന്റ്സിനെ. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ സർവൈവൽ ഓഫ് ഓൾ ദ ലിവിങ് ഓർഗാനിസം ഓൺ ദ എർത്ത്. ആൻഡ് ദേ സപ്ലൈ ഓക്സിജൻ, ഗിവ്സ് അസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഓയിൽ, സ്പൈസസ് ആൻഡ് മെഡിസിൻസ്, ഇസ്ൻ്റ് ഇറ്റ്? ഇപ്പം നമുക്ക് അവരെന്തൊക്കെ തരുന്നുണ്ട്? നമുക്ക് ഓക്സിജൻ തരുന്നുണ്ട്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫുഡ് തരുന്നുണ്ട്, വെജിറ്റബിൾസ് തരുന്നുണ്ട്, ദെൻ ഓയിൽസ് തരുന്നുണ്ട്, ആഫ്റ്റർ ദാൻ സ്പൈസസ്, മെഡിസിൻസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? യെസ്, ഓഫ് കോഴ്സ് ദ പ്ലാന്റ്സ്, ഇസ്ൻ്റ് ഇറ്റ്? ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡ് അസ് ഫുഡ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വുഡ് തരുന്നുണ്ട്. ട്രീയിൽ നിന്നല്ലേ നമ്മൾ വുഡ് എടുക്കുന്നത്. ആ വുഡ് കൊണ്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, ദെൻ ഹൗസ് ബിൽഡ് ഉപയോഗിക്കുന്നുണ്ട്, ദെൻ പിന്നെ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഫയർ വുഡിന് ഉപയോഗിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓർ ദ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് ദ വുഡ് ആസ് വി ഒബ്റ്റെയിൻ ഫ്രം ദ പ്ലാന്റ്സ്, ഇസ്ൻ്റ് ഇറ്റ്? ആൻഡ് ദെൻ many animals live in on plants, അല്ലേ? ഇപ്പോൾ ചില ആനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്ലാന്റ്സിലാണ് കൂടൊക്കെ വെക്കുന്നത്, അല്ലേ? അപ്പം അവരും പല രീതിയിൽ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഷുഡ് ടേക്ക് പ്രോപ്പർ കെയർ ഓഫ് പ്ലാന്റ്സ് ബൈ യൂസിങ് ദ ഫോളോയിങ് മെത്തേഡ്സ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 6 സ്റ്റെപ്സ് അല്ലെങ്കിൽ 6 മെത്തേഡ്സ് തന്നിട്ടുണ്ട് ഫോർ ദ കെയറിങ് ഫോർ ദ പ്ലാന്റ്സ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സിനെ കെയർ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ്സ്. ഓക്കെ, ഹിയർ ഫസ്റ്റ് വൺ, സഫിഷ്യൻറ്റ് സ്പേസ് ഷുഡ് ബി ലെഫ്റ്റ് ബിറ്റ്വീൻ ദ പ്ലാന്റ്സ് ദാറ്റ് ആർ ഗ്രോൺ ഇൻ ദ സോയിൽ. ഇപ്പം നമ്മൾ ചെടികൾ നടുവാണെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് നടരുത്. പിന്നെന്താ വേണം? അവർക്ക് വളരാൻ അല്ലെങ്കിൽ ആ സോയിലിലോട്ട് റൂട്ടുകൾ പെനട്രേറ്റ് ചെയ്ത് വളരാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല സ്പേസ് കൊടുക്കുക, ഗ്യാപ്പ് കൊടുത്ത് വേണം ചെടികൾ നമ്മൾ നടാൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. ആൻഡ് ദ സെക്കൻഡ് പോയിൻറ്റ്, we should water plants regularly depending upon their needs. Some plants require more water than the others, isn't it? അപ്പം നമ്മളെന്നും എന്ത് ചെയ്യണം? റെഗുലറായിട്ട് പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ എല്ലാ പ്ലാന്റ്സിനും ഒരേ എമൗണ്ട് വെള്ളം മതിയായിരിക്കുമോ? അല്ല, ചില പ്ലാന്റ്സിന് കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് വേണം, ചിലതിന് അത്രയും വേണ്ട. അപ്പം അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അതിൻ്റെ ആവശ്യകത അനുസരിച്ച് നമ്മളതിന് പ്ലാന്റ്സിന് വെള്ളം കൊടുക്കുക. And coming to the third point, that is adequate sunlight should be available to them.
ആവശ്യത്തിന് വേണ്ട സൺലൈറ്റ് അതിന് കിട്ടത്തക്കപോലെ വേണം അതിനെ പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ നട്ട് വെക്കാൻ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ഫോർത്ത് വൺ, ദ മാനുവർ ആൻഡ് ദ ലിമിറ്റഡ് ഫെർട്ടിലൈസർ ഷുഡ് ബി ആഡഡ് ഇൻ ദ സോയിൽ ടു മേക്ക് ഇറ്റ് ഫെർട്ടിലൈറ്റ്. അപ്പം അതിനു വേണ്ട മാനുവർ അല്ലെങ്കിൽ വളമോ ആവശ്യമായ ഫെർട്ടിലൈസറും ഒക്കെ നമ്മൾ അറ്റ് ദ റൈറ്റ് ടൈമിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ മണ്ണിന് ഫെർട്ടിലിറ്റി കിട്ടത്തുള്ളൂ. After that they absorb, or the plant absorb this manure for the proper growth. Okay, and the fifth one, the soil should be regularly turned up with a trowel so that it will porous and oxygen is available to the roots. അതായത് ഫിഫ്ത്ത് വൺ പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കി കൊടുക്കണം. മണ്ണ് ഇളക്കി കൊടുത്താൽ മാത്രമേ അവിടെ ഓക്സിജൻ സപ്ലൈ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. സോ വി ഹാവ് ടു ഡു ദാറ്റ് for digging the soil for the porous, and also oxygen is available to the roots for the absorption process. And after the fifth point, the sixth and the last point, the pesticides and fungicides should be sprayed whenever plants are attacked by insects or other animals. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? ഇതുപോലുള്ള ഇൻസെക്ട്സോ അല്ലെങ്കിൽ അതർ ഫംഗൽ അറ്റാക്കോ ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഫംഗിസൈഡ്സ് യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ, ആൻഡ് ഓൾസോ ഐ ഗീവ് ദ remaining notes today itself. Okay, so thank you all.